നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, കുറച്ച് ചെറിയ റീഡിംഗ് എങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെൽത്ത് അത്ര ഓക്കെ അല്ല, സോറി. ഗൈഡൻസിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞതാണ്, അപ്പോഴേക്കും കുറച്ചുകൂടി ടയർഡാവും. എനിവേ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും നോക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് റിലേഷൻഷിപ്പിലുള്ള കുറച്ച് നമുക്ക് അഡ്വൈസസ് ആയിട്ട് നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ഇപ്പോൾ നമ്മൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവരുടെ മനസ്സിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 6 of wands, 4 of swords. ഓക്കെ, ഫോർ ഓഫ് വോൺസും വന്നിട്ടുണ്ട്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ശരി. 6 of cups, മിസ്സിംഗ് ടെമ്പർ. ഓക്കെ, ഇവിടെ കാണുന്നത് ഞാൻ ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയതാണ്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 6 of wands, 4 of wands. ഓക്കെ, ശരിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരല്പം അകന്ന് നിൽക്കുന്നുണ്ടാവാം, മാറി നിൽക്കുന്നുണ്ടാവാം. ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, കുറച്ച് പേർക്ക് ചിലപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന രീതിക്കായിരിക്കാം. ഇപ്പോൾ ഒരു ബ്രേക്കപ്പോ അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. മേ ബി ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു മൂവ്മെന്റ് ഇല്ല, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. എല്ലാവരും ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു, മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്വയറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് എനിക്ക്. വലിയ കാര്യം ഇവിടെ അത്ര നെഗറ്റീവ് എനർജി അല്ല. ഓക്കെ, മേ ബി ജസ്റ്റ് പേഴ്സൺ സൈലന്റോ ഒരല്പം അത്രേ ഉണ്ടാവുള്ളൂ, വേറെ കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല എനിക്ക് കാണുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 4 of wands, ഓക്കെ, 6 of wands, ഇതെല്ലാം ആക്ച്വലി കാണിക്കുന്ന ഇത് മുഴുവൻ മാരേജ് കാർഡ്സ് ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അതായത് നിങ്ങൾ ലേഡി ആവണമെന്നില്ല കേട്ടോ, കാണുന്ന ആള് ഈവൻ ജെൻസും ആവാം. നിങ്ങൾ ആ പെൻറ്റിക്കിൾസ് നമ്മുടെ ഈ ഒരു എനർജി എടുത്താൽ മതി. അതായത് നിങ്ങൾ കരിയറിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ, സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ നോക്കി മാനേജ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം അബണ്ടൻസ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, പണം കൊണ്ടായാലും ശരി, നിങ്ങളുടെ ലൈഫായാലും ശരി, നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടൊരു നല്ലൊരു ലൈഫ് ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് എന്ന രീതിക്കാണ് അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അത് വിട്ടേക്കോ, അവരെ തോന്നലാണ് ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ അപ്പോൾ അവർ പേഴ്സൺ എവിടെയോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിലും ഒരു സക്സസ് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങളെ പോലെ ആവണം എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിരിക്കാം. കാരണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും എടുക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ട്. ഇവിടെ 4 of wands ഉണ്ട്. 4 of wands മാരേജ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ്. ശരിക്കും ഒരു സ്റ്റഡി ആയിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ് ഇവിടെ. ഓക്കെ, സോ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇവിടെ സക്സസ് എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഈവൻ ഒരു മാരേജ് ആയിരിക്കാം. ഓക്കെ, ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ്. ഇത് 3ഉം ആക്ച്വലി മാരേജ് കാർഡാണ്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു മാരേജ് പോട്ടെ, അങ്ങനെയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട്, ഓക്കെ, സ്റ്റേബിൾ ആയിട്ട്, എന്താ പറയുക, നമ്മൾ പറയില്ലേ ഉറപ്പിച്ച് യെസ് നിങ്ങളുടെ കൂടെ എന്ന് പറയില്ലേ, അങ്ങനെ അതിപ്പോൾ കൂടെ ജീവിക്കണം എന്ന രീതിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും. സോ നിങ്ങൾ അതുപോലെ എടുത്തോളാം. ബട്ട് നിങ്ങളെ കാണുന്നത് അവർ വളരെ ഒരു നല്ല സ്റ്റേബിൾ റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ് ഇപ്പോൾ അവർ കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങളുടെ കയ്യിൽ പണം കൊണ്ടൊക്കെ നിങ്ങൾക്ക് അത് എവിടുന്ന് വരുന്നു എന്നുള്ളത് മേ ബി അവർ ആലോചിക്കുന്നുണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നല്ലോണം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ അവരെ സഹായിക്കുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ ആയിരിക്കും, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും ഓക്കെ, വളരെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുമായിട്ട്. ബട്ട് ഒരു ലേശം സൈലൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അവർ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മേ ബി അവരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടെ മിസ്സിങ് എനർജി ഉണ്ട്. 6 of cups ആണ്, മിസ്സിങ് എനർജിയാണ്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന രീതിക്കാണ് കാണുന്നത്. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സംസാരിച്ചാലും ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ പറയില്ലേ ഡെയിലി സംസാരിച്ചാലും നിങ്ങൾ ബട്ട് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്സിങ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ എന്താ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അല്ലേ ആയിരിക്കാം മേ ബി. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ചുകൂടി ഫീലിങ്സ് അവർ എന്തെങ്കിലും തോട്ട്സ് അവരെടുക്കാം. ഓക്കെ, 3 of swords ഉണ്ട്. ടെമ്പറേച്ചർ ഞാൻ നേരത്തെ കണ്ടിരുന്നു, സോ വീണ്ടും വന്നു. ഓക്കെ, യെസ്, ഹാർട്ട് ബ്രേക്ക് ഫുൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വന്ന് കാണാം, ഒരു നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിലൊരു മേ ബി ജസ്റ്റ് ഒരു വിഷമം ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ. മേ ബി അവർക്ക്
നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്കൊന്നും തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷനായിരിക്കാം, ഒരു വിഷമമായിരിക്കാം. അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണം എന്ന രീതിക്ക് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പുതിയതായിട്ടൊരു സ്റ്റാർട്ടിങ് എന്ന രീതിക്കാണ് ഇവിടെ. ഒന്ന് മെസ്സേജിന്റെ കാര്യമായിരിക്കാം, ഒന്ന് മേ ബി സെപ്പറേഷൻ ആണെങ്കിൽ ഒരു മെസ്സേജിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇവിടെ 4 ഓഫ് വാൻസ് ചെയ്യാൻ പറഞ്ഞു, 6 ഓഫ് വാൻസ് ചെയ്യാൻ പറഞ്ഞു. സോ ഇതും വാൻസിന്റെ എനർജിയാണ്. അഗെയിൻ ഒരു നമ്മൾ എന്തെങ്കിലും ഐഡിയ വെച്ച് നമ്മളൊരു ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിട്ട് ഒരു സ്റ്റെപ്പായിട്ട് എടുക്കണം നിങ്ങളുടെ ടുവേർഡ്സ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേറെ ഉണ്ടായിരുന്നെങ്കിൽ തേർഡ് പാർട്ടി ആവാം കുറച്ച് പേർക്ക്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോംപ്രമൈസ് വേണം, നിങ്ങളുടെ കൂടെ ഓക്കെ ഒരു ബാലൻസിൽ പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതിനിവിടെ ഫുൾ കാർഡാണ്. അഗെയിൻ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ്. സോ ഇവിടെയും എവിടേക്കോ എനിക്ക് ഒരു ഫുൾ എല്ലാത്തിലും ഉള്ള ഒരു എനർജി, ഓവറോൾ എനർജി, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ശരിക്കും ഒരു എന്താ പറയുക, എല്ലാം വിഷമങ്ങളോ കാര്യങ്ങളോ എല്ലാം മാറ്റിവെച്ച് വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു ലൈഫ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത് ഇപ്പോൾ. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. പേജ് ഓഫ് വാൻസ് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്നതായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു മീറ്റിംഗ്, എന്തും പോസിബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അകൽച്ചയ്ക്ക് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അവരെ ഒരു കോംപ്രമൈസിന് ശ്രമിച്ച് ശരിയാക്കും. ഓക്കെ ഓക്കെ, പേഴ്സൻ്റെ മെസ്സേജോട് എടുത്തേക്കാം കുറച്ച്. ലവ് മീ, ഞാൻ ഇപ്പം എന്താ പറഞ്ഞു, ഈ ഫൂളും പേജ് ഓഫ് വാൻസും ഒക്കെ ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക്. ഓക്കെ, ഐ വോണ്ട് ഫ്രഷ് സ്റ്റാർട്ട് വിത്ത് യു ഞാൻ പറയാം. അത് ഞാൻ ഇടയിലെടുത്ത് കാർഡ്സ് ഷഫിളായോ. ഓക്കെ, 6 ഓഫ് കപ്സ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു എന്ന്. അതാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, ദർ ഈസ് സമ്മൺ എൽസ്. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട്. ഐ എം അഡിക്റ്റഡ് ടു യു എന്നുമുണ്ട്. നേരത്തെ ഞാൻ ഡബിൾ കാർഡ് ഞാൻ കണ്ടിരുന്നു, അതിതാണ്. ഓക്കെ, ഐ ആം ഇൻ സോ മച്ച് പെയിൻ, ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം. ഓക്കെ, എന്തിനാണ് അവർ പെയിനിൽ? വാട്ട് ഡു യു വാണ്ട്? ഫോർ ഓഫ് ഓക്കെ, നൗ ഇസ് നോട്ട് ദ ടൈം. വൺ മോർ കാർഡ് പ്ലീസ്. ഓക്കെ, ലെറ്റ് മീ ഹോൾഡ് യു. ഹാവ് ഐ ലോസ്റ്റ് എവറിത്തിങ്? അവർക്കിപ്പോൾ ലവ് ഇസ് ദി ആൻസർ. ഓക്കെ, ഒന്ന് നിങ്ങൾ തമ്മിൽ അവർ തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങൾ തമ്മിൽ അവർക്ക് അറിയാം എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഹാവ് ഐ ലോസ്റ്റ് എവറിത്തിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അവർ നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്നാണ് അവർക്ക് ഇപ്പോൾ ഒരു മനസ്സിലൊരു ടെൻഷൻ ഉള്ളത്. എനിക്ക് അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ലവ് മീ എന്ന് പറയുന്നുണ്ട്. അവരോട് ഉള്ള സ്നേഹം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവല്ലേ എന്ന രീതിക്കാണ് അവർ പറയുന്നത്. ഓക്കെ, ഹോൾഡ് ഓൺ എന്ന് പറയുന്നുണ്ട്. അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലൊരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, മിസ്സിങ് എനർജിയാണ്. നിങ്ങൾ എവിടെയോ പാസ്റ്റ് ലൈഫിലോ എവിടെയോ നിങ്ങളെ അറിയാം, നേരത്തെ തന്നെ എനിക്ക് എവിടെയോ പരിചയമുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. ഐ നോ യു ഫ്രം സംവെയർ, എവിടെയോ എപ്പോഴോ പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എവിടെയോ പാസ്റ്റ് ലൈഫിൻ്റെ ആ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ദർ ഈസ് സമ്മൺ എൽസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, എല്ലാവർക്കും ആയിരിക്കില്ല, കുറച്ച് പേർക്ക്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. ബട്ട് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, അവരിപ്പോൾ പറഞ്ഞു നോക്കൂ, ഐ എം അഡിക്റ്റഡ് ടു യു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെയാണ് അവർ മിസ് ചെയ്യുന്നത്, നിങ്ങളോടാണ് അവർ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ആ ഒരു ഇല്ല, അവിടെ ഒന്നുമില്ല. ഓക്കെ, ആ ഹാർട്ട് ബ്രേക്ക് മേ ബി തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് എൻഡിങ് ആയിരിക്കാം കാണിക്കുന്നത്. ഐ മീൻ സോ മച്ച് പെയിൻ എന്നും പറയുന്നുണ്ട്. സോ അഗൈൻ ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം. ഓക്കെ, ആ ഹാർട്ട് ബ്രേക്ക് ഐ തിങ്ക് അവർക്ക് മേ ബി നിങ്ങളെ നഷ്ടപ്പെടും. മേ ബി ഇവർ തേർഡ് പാർട്ടിയുടെ വല്ല കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിട്ട് മാറിപ്പോയി കാണാം. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജി ഇവിടെ നടത്തേണ്ടായിരുന്നു. 9 ഓഫ് പെന്റക്കിൾസ് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി നിൽക്കാം. ഓക്കെ, പേഴ്സൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിക്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുന്നത് അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്നൊരു പേടിയുണ്ട് അവർക്ക്. മേ ബി നിങ്ങളിപ്പോൾ അവരെ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അതായിരിക്കാം. ദേ ആർ അഡിക്റ്റഡ് ടു യു. ഓക്കെ, ആൻഡ് ഐ മീൻ സോ മച്ച് പെയിൻ. മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ സെപ്പറേഷൻ അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ ആക്ച്വലി യെസ്, അവരൊരു വിഷമം കൊണ്ട് ചിലപ്പോൾ മാറിയിരിക്കുന്നതായിരിക്കാം കുറച്ച് പേർക്ക്.
വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഓക്കെ, മേ ബി അവർ തിരിച്ച് സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കാം. നൗ ഇസ് നോട്ട് ദ ടൈം. ഓക്കെ, മേ ബി ഇപ്പോൾ ഒരു ചെറിയ സെപ്പറേഷൻ്റെ സമയമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അകൽച്ചയോ ഒരു സൈലൻസോ ഉണ്ടാവാം ഇപ്പോൾ. ഓക്കെ, അതിപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്നതാണ്, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഹോൾഡ് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളെ പറയുന്നത് ലെറ്റ് മീ ഹോൾഡ് യു എന്നാണ് പറയുന്നത്. സോ അവർക്ക് വേറെ ആരെങ്കിലും തേർഡ് പാർട്ടിയോ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെയും അഗെയിൻ 9 ആണ്, ഇതും 9 ആണ്, ഇതും 9 ആണ്. സോ യെസ്, നിങ്ങൾ ഐ തിങ്ക് മാറി നിൽക്കുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പേഴ്സൺ യെസ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, നിങ്ങളായിട്ട് ന്യൂ ബിഗിനിങ് അവർ കൊണ്ടുവരും. തേർഡ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻഡായി പോകുന്ന ഒരു ലക്ഷണമാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ വേറെ ചാറ്റോ ഫ്ലട്ടിങ്ങോ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ പേഴ്സണൽ ഈവൻ എന്ത് തന്നെയായാലും ഓക്കെ, ആ തേർഡ് പാർട്ടി അവർക്ക് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന രീതിക്കാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ എനർജി നമുക്ക് വന്നത്. പേഴ്സൺ നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് വരും, സിറ്റുവേഷൻ ബെറ്റർ ആവും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം പക്ഷെ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, മേ ബി 88 പോർട്ടൽ സമയത്ത് ഒരു റിയൂണിയൻ നടക്കാനുള്ള സാധ്യതയായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ പോസിറ്റീവ് ആക്കി വെക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.